എന്നാ അവലുണ്ടെ സമയായില്ലേ? കുറെ ദിവസമായി വീഡിയോകളൊക്കെ എടുത്തിട്ട് സമയം വേണ്ടേ? നിലത്തൊക്കെ നേരില്ലേടാ. എല്ലാ ദിവസം കൊണ്ട് പരിപാടി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ നേരം അതൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ പക്ഷെ കടവും നമ്മൾ കുറെ കാലമായിട്ട് പിന്നെ പൂരപ്പുറമ്പിലേക്കൊന്നും വരില്ലല്ലോ. അയച്ചോടാ പരിപാടി നോക്കാം. അങ്ങനെ നന്ദപ്പൻ പോയി. ദേവി കൃഷ്ണൻ കൃഷ്ണനാണെന്നാണ് അവനെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ട്. ആളും മഹാ ജകടനാ. ആ മിനിയാന്നേ ചങ്ങലേക്കൊക്കെ കെട്ടിയിട്ടിട്ട് പോയി. അത് രാത്രി ഇപ്പൊ കയറൊക്കെ അഴിച്ചു, ചങ്ങലയൊക്കെ അഴിച്ചു വെച്ചു. ഇത് ഇവിടെ നിൽക്കുക മാറ്റിയിട്ട് അങ്ങനെ മാറ്റിയിട്ട് ഇവിടെ ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ലേ? ക്ഷീണം ഉറങ്ങിയില്ലേ? എടുക്കുമ്പോഴേ ആകാം. നോക്കുവായിരുന്നു നടത്തുക. ഇവിടെ കറിക്കാം ഇങ്ങോട്ട് കറിക്കാൻ സെറ്റിങ്ങോട് പറ. സെറ്റ് പറ എവിടെ ഇവിടെ എന്താടാ 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 എന്നടാ എന്നടാ അവിടെ കിടക്കണ അവിടെ കുടി കുട്ടിച്ച
കുടിക്കാൻ 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 ഇങ്ങനെ മതി വെള്ളം ഒഴിക്കണേ ഇങ്ങനെ ഒഴിക്കണേ മതി കഴിക്കാം എടാ ഒരെണ്ണം കുടിച്ചടാ എന്നൊരാഞ്ഞേടോ ഇത് ഇന്നോട് കാണിക്കണ ഇന്നോട് സെറ്റവിടെ പടം നീങ്ങാനം ഇന്നോട് കയറി കണ്ടാ കണ്ടാ മാടി വയ്യാനേ തന്നെ കാല് കീറുള്ള താത്താവിന്റെ ചാല് തീർന്നത് നമ്മളാ അറിഞ്ഞാ പഠിക്കണ്ടേ എങ്ങനെയാന്ന് പഠിക്കണ്ടേ ഇങ്ങോട്ട് മടക്കേ നോക്കട്ടെ ഇങ്ങോട്ട് മടക്ക് അങ്ങോട്ട് മടക്ക് താത്ത് താത്ത് അയ്യ ഇങ്ങോട്ട് മടക്കാന് താത്ത് താത്ത് മടക്കാൻ ഇങ്ങോട്ട് മടക്കാന് താത്ത് 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 മടക്കാന് ഇങ്ങോട്ട് മടക്കാന് ഇങ്ങോട്ട് മടക്കാന് അത്താ പറഞ്ഞ അതന്നെ അതന്നെ ഓക്കെ വെള്ളം വേണോ വെള്ളം ലേശം വെള്ളം വേണ്ട തരൂ കൊറേ അമ്മായിമാര് വരും ആനയുടെ മേത്ത് ചെങ്ങല അയച്ചിടൂ ചെങ്ങല അയച്ചിട്ടുണ്ട് ഞാൻ അടഞ്ഞു കഴിയുമ്പോ അവരെ വിളിക്കാം അവരൊന്ന് പിടിച്ചു കെട്ടിക്കോളൂ വെറുതെ പറഞ്ഞ നന്ദപ്പനല്ലല്ലോ നീലേ അയ്യോ ഞാൻ നന്ദപ്പനാ വിളിക്കണേ നിനക്ക് നീ അവൻ നന്ദപ്പനും നീ മന്ദപ്പനും മന്നകൻ ഇങ്ങോട്ട് കേറിന്നേ ഇങ്ങോട്ട് കേറിക്കടാ ലേശം കൂടിയും ഇങ്ങോട്ട് കേറിക്കടാ എന്താ എനിക്ക് ഞാൻ കാട്ടുപുലിയാ ആണോടാ നീയാണോടാ കരാട്ടക്കാരൻ ആണോടാ അവല് വരണ്ടാ എനിക്കുള്ള തിന്നാൻ വേണ്ട കൊണ്ടറാ പാവല് അപ്പടിയേ അവല് വന്നല്ലോ അമ്പട അയ്യടാ അവല് വന്നല്ലോ തരില്ല നിനക്കല്ല ആണാ തലയൊന്ന് കുലിക്കേ ഇനി തല കുലിക്ക ഇങ്ങനെ ഒന്ന് കുലിക്കേ അതിൽ കൈയിട്ടോ നിന്റെ ഇത് അയ്യോ എന്റെ ദൈവമേ അയ്യോ വാടാ
ഇവിടെ കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളു കേട്ടാ. പാട്ട് പാടുന്ന കുട്ടിയാളേ. നീ പാട്ട് പാടും? നിനക്ക് പാട്ട് പാടാം? പുള്ളി മൊത്തത്തില് ഭയങ്കര ഗൗരവാ. പുള്ളിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് തെറ്റില്ലെങ്കിൽ ഒരു അടിയാ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയില്ലേ അപ്പൊ തന്നെ ഇങ്ങനെ ഒരു നോട്ടാ. അപ്പൊ തന്നെ നമ്മുടെ മൂത്രം പോകും. ഇതെന്തെങ്ങനെ? പുള്ളിക്ക് ഭയങ്കര കലിപ്പ് കൂടുതലുള്ള ആളില്ല, ദേഷ്യം ഭയങ്കര. നന്ദപ്പന്റെ പോലെയല്ല. തല്ലരുത്, തല്ലിയ പരിപാടി. ഒരടി കൊടുക്കാൻ, രണ്ടടി കൊടുക്കാൻ, മൂന്നാമത്തെ ഞാൻ ചോദിക്കുന്നത് എന്തിനാ എന്നെ തല്ലിയെന്ന്. അതൊക്കെ ആള് ഭയങ്കര ഡിഫറെന്റ്. ഞാൻ തല്ലാറൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളായിട്ട് ഒരു സീറ്റിംഗ് വന്നു. ആന എല്ലാവരും പറഞ്ഞ് ഈ ആനേനെ അഴിക്കണമെങ്കിൽ 2 മണിക്കൂർ വേണം, 3 മണിക്കൂർ വേണം, കെട്ടി അഴിക്കണം, ഇതിനെ ഇടിച്ച് പൊളിക്കണം, അതേ പാടൊക്കെ കണ്ട അതുപോലെ ആനേനെ പൊളിച്ചാലേ ആനയെ അഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാ. ഒരാൾ ചെയ്തു, ആ ചെയ്തത് അങ്ങനെ തന്നെ എല്ലാവരും അത് കണ്ടിന്യൂ അങ്ങനെ തന്നെ ചെയ്താലേ അത് പറ്റൂ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. ഞാൻ ഈ ആനേനെ കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് അയച്ചെടുത്തു. ഞാൻ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ആനയെ അയച്ചെടുത്തു. അപ്പൊ ഇതിനെ എന്താ പറയാ, പണ്ട് ഇതിനൊരു വീഡിയോ വന്നിട്ട് നടന്നു. അതിന്റെ അവിടെ തല്ലി പൊളിച്ചു, ഇവിടെ തല്ലി പൊളിച്ചു. ഇവിടെ പ്രഗത്ഭനായ ഒരു പാപ്പാനുണ്ട്. അതിന് 4 കൊമ്പുള്ള പാപ്പാനാ തല്ലിയുള്ളൂ. അവനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. അവനൊക്കെ വന്നിട്ട് ഈ മഹാപരാഗിനെ തല്ലി പൊളിച്ച് തവിട് പൊടിയാക്കി അതിന്റെ പുറവും അവിടെ ഇവിടെ ഒക്കെ അടിച്ച് പൊളിച്ച് തവിട് പൊടിയാക്കിയിട്ട് അവനൊക്കെ ഈ ആനയെ അഴിച്ചു. എന്നിട്ട് അവ യൂട്യൂബ് കയറി ഇരുന്നിട്ട് ഭയങ്കര തള്ളുണ്ടായിരുന്നു. ഞാൻ ഈ ആനേനെ അങ്ങനെ മറച്ചു ഇങ്ങനെ മറച്ചു. ആനയുടെ മേത്ത് പറഞ്ഞിട്ട് കാര്യമില്ലേ. നിന്നെ തന്നെ ഞാൻ പറയാൻ കാരണം എന്താ പറയുമ്പോ നീ എന്റെ പിന്നാലെ വരുന്നുണ്ട് വെറുതാ. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തല്ലി പൊളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ 10 മിനിറ്റ് ആൾക്ക് കാര്യം മനസ്സിലായി. കൊടുത്താൻ വിട്ടു, അഴിച്ചു. 10-25 പരിപാടിയായി, 24 പരിപാടി കൊടുത്തു. അതൊക്കെ ഒറ്റ നേരം 2 നേരമൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് കൂടുതൽ. ഒറ്റ നേരമാണ് കൂടുതൽ എടുത്താക്കണം. അത് ആനയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത പരിപാടി നോക്കിയിട്ടാണ് നമ്മുടെ മുതലാളി എടുക്കുള്ളൂ. ആനപ്പണി എന്ന് പറയുന്ന സാധനം ആരും അങ്ങനെ എന്നിട്ടെന്നാ പറയാ അത്ര ആരും വരുമ്പോ അങ്ങനെ വരുന്നവരൊന്നും ഇല്ല. പിന്നെ ഒക്കെ അവരവരുടെ ബുദ്ധിയും അവരവരുടെ സാമർഥ്യവും അല്ലെങ്കിൽ അവരവരുടെ എന്തിട്ടെന്നാ പറയാ ദൈവാനുഗ്രഹം ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ആനകൾ നമുക്ക് കീഴ്പ്പെട്ട് വരും. അല്ലാണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ, ഞാൻ ഭയങ്കര വലിയ കൊമ്പത്ത ആളാണെന്ന് സ്വയമായി അഹങ്കരിച്ച് നടക്കണവന്മാരൊക്കെ ഇന്ന് വട്ടപൂജ്യത്തിലാണ് നിൽക്കണം. മനസ്സിലായോ? ഞാൻ ഈ ആനേനെ ഞാൻ അത്ര ഭയങ്കര ഇതൊക്കെ പറഞ്ഞു നടക്കണവർക്കൊക്കെ ഒരു ഗതിയില്ല. അത് വായ കൊണ്ട് തള്ളു മാത്രമേ ഉള്ളൂ. തള്ളിയിട്ട് കാര്യമില്ല, പണിയെടുക്കണം. ഏക സാഹചര്യം ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആന നല്ല അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ ആ കന്നത്തൊരു മുറിവുണ്ടായിരുന്നു, അത് വലിയൊരു മുഴയായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം ചുങ്ങി ഒരു മുറിവുണ്ട്. ഇത്രയും കൂടി ഉണ്ട് മുറിവ് ഉണങ്ങാൻ, ലേശം കൂടി ഉണ്ട്. അതിപ്പോൾ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ ആ മുറിവ് ഉണങ്ങും. ആ മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അപ്പുറ സൈഡിലുള്ള ആ ഒരു മുഴയുണ്ടല്ലോ, അതുമ്മ പണിയാനാണ് തീരുമാനിച്ചേക്കണം. അത് എന്തായാലും ഒരു 5-6 മാസം ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും. ആ മുറിവ് ഉണങ്ങി കിട്ടാനായിട്ട് ഒരു 6 മാസം നല്ല രീതിയിൽ കഷ്ടപ്പെടണം. പക്ഷെ അത് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ്. അത് മാറ്റിയെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്കിയുള്ള മുറിവൊക്കെ ഉണങ്ങി. ഇവിടെ വരുമ്പോൾ കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തും അവിടെ ഇവിടെ പിന്നെ നടയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. ആള് നമ്മളായിട്ട് സീറ്റിംഗ് ആയി, വിശ്വാസമായി ആൾക്ക്. നമുക്ക് ഏത് പരിപാടിക്ക് വേണമെങ്കിലും പോകാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു സീറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ 2 ആൾക്കാർ അങ്ങോട്ട് ആയിട്ടില്ല. 2 ആൾക്കാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ കൂടെ നിൽക്കണ പിള്ളേർ ഈ ആനേനെ കണ്ടവാനെ കാണാ ഗുണാന്നൊക്കെ തല്ലിയിട്ട് അതൊക്കെ ചെയ്തിട്ട് ഈ കൂടെ നിൽക്കണ ആൾക്കാരോട് ഭയങ്കര വെറുപ്പാണ് എനിക്ക്. അപ്പം ഈ പിള്ളേരെ കൊണ്ട് കുറച്ച് ആഹാരമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുപ്പിച്ച് മെല്ലെ അതൊക്കെ മാറ്റി ഒക്കെ സീറ്റിംഗ് ആക്കി എടുക്കാൻ പറ്റും. എന്താ വേണ്ടത്? ആ കിടക്കണൊക്കെ വാഴപ്പിണ്ടി അല്ല, അത് തിന്നാൻ പറ്റില്ലേ? 2 ദിവസമായി കുളിച്ചിട്ട്. കുളിക്കണ്ടായിരുന്നു. ഇന്ന് കുളിപ്പിച്ച് സെറ്റപ്പാക്കി എന്നാണ്. കയ്യും കാലൊക്കെ ചെത്തി കൂട്ടി ഗ്രൂം ചെയ്ത് അവനെന്ന് നമ്മൾ വേറെ സെറ്റപ്പാക്കും. അപ്പനെ മോനോ. ഓ എങ്ങനെ നിലങ്കൈ അടിക്കാ? നിലങ്കൈ എങ്ങനെ അടിക്കണേ? നടിച്ചേ ഇങ്ങനെ അടിക്കണേ. നിലങ്കൈ അടിക്കണ എന്നെ ഭംഗിയാന്നറിയോ? പറഞ്ഞിട്ടൊരു അടി. അവിടെ നിൽക്കണ ആൾക്കാരൊക്കെ പേടിക്കും. അമ്മരി അടിയാ.
കുന്തക്കോലി ചാരി വെച്ചേക്കണത് വേറെ ഒന്നിനല്ല, അങ്ങനെ ചാരി വെക്കാറൊന്നുമില്ല. പക്ഷെ ഇവൻ കുന്തക്കോലി ചാരി ഇല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ചങ്ങലില്ല, അപ്പൊ ഇങ്ങനെയാണ് നടക്കുക. ഇത് വഴിയാണ്, വഴി കൂടെയൊക്കെ എപ്പോഴും ആൾക്കാർ വരുന്നതാ. അപ്പൊ ഉണ്ട് ഇവൻ കുറച്ചേരം ഇവിടെ നിന്ന് നോക്കും, കുറച്ചേരം ഉണ്ട് റോട്ടിൽ പോയി നോക്കണം. അപ്പൊ ഞാൻ കുന്തക്കോലി ചാരി എടുത്തേക്കണം, അത് വെച്ചാൽ പിന്നെ എങ്ങും പോകുന്നില്ലേ. ആൾക്കാർക്കൊക്കെ നല്ല ബഹുമാനമുള്ള ആളാണ്. കുറച്ചേരം വേറെ വാഴപ്പിണ്ടി കിട്ടുമെന്ന് അറിയാനാണ് ഇന്ന് പ്രാഞ്ചി കൊണ്ട് നിൽക്കണം. കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പറക്കി തരും. എന്തിപ്പാ എന്താ വേണ്ട എൻ്റെ മോന്? എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടേ? എന്താ വേണ്ടേ? എന്താന്ന് പറയേ, നീ പറഞ്ഞോ പറഞ്ഞോ, കുഴപ്പമില്ല. വാഴപ്പിണ്ടി വേണോ? വാഴപ്പിണ്ടി വേണോ? ഒരു വാഴപ്പിണ്ടി ഇട്ടിട്ട് കൊടുത്തടാ രവി, ഒരു വാഴപ്പിണ്ടി ഇട്ടിട്ട് കൊടുത്ത. പുള്ളി കണ്ടില്ല, കണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു തന്നെ. ഇത്ര കാലം ഇതിനാരും നമുക്ക് വേണ്ടായിരുന്നു അല്ലേ? ഇത്ര കാലം ആർക്കും വേണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അഴിച്ചു 10 പരിപാടിയൊക്കെ എടുത്ത് തുടങ്ങി. ആന വലിയ കുഴപ്പമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആനയിൽ ഒഴിവായി എന്ന് പറയണം കേട്ടൂല എന്ന ഒരു പബ്ലിസിറ്റി വന്ന് എന്നെ കുറെ ആൾക്കാർ വിളിച്ചിട്ട് പിഞ്ചേട്ടാ ആനനെ എനിക്ക് ശരിയാക്കി തരും, പിഞ്ചേട്ടാ ആനനെ എനിക്ക് ശരിയാക്കി തരും എന്ന് ചോദിക്കുക. ഇനി ഞാനെന്തോ ഈ വാർക്കമണിക്ക് പോവോ? ഞാൻ തൽക്കാലം പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇത്തിരി സമാധാനമായിട്ടുള്ള ഒരു ആന കിട്ടിയത്. സമാധാനമായിട്ടുള്ള ചോറ് നിന്നും മിണ്ടാണ്ടിരിക്കണ്ടേ ഞാനില്ലടാ. അല്ല കുശുമ്പ്, കുന്നായ്മ, അതുപോലെ തന്നെ അപ്പുറത്തുള്ള ആൾക്കാർ നന്നാവണം തന്നെയുള്ള ഇറിറ്റേഷൻ മറ്റുള്ളവർ കാണുമ്പോൾ ഉള്ള ഒരു അവൻ അങ്ങനത്തെ കുശുമ്പ് കുന്നായ്മ കൊണ്ട് നടക്കണം. നീ ഒന്നും ഒരിക്കലും ഗതി പിടിക്കാൻ പോകില്ല. നീയൊക്കെ നിന്റെ കാര്യം നോക്കി, നിനക്ക് തന്ന പണി നീ വളരെ ഭംഗിയായിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കി. ഇത് ഗണപതി ഭഗവാനാണ്, അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അതിനെ അങ്ങോട്ട് കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കൊക്കെ ഐശ്വര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നീയൊക്കെ അങ്ങനെ പറയണില്ല. മരുന്ന് എടുത്തോ. ഇതൊന്നല്ല, കഴുകി മണ്ണിറക്കിയ നല്ല ഭംഗിയാണ്. കഴുകി മണ്ണൊക്കെ ഇറക്കി നിർത്തി പൂ വെള്ള കളറാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കഴുകി നിർത്തിയാൽ നാളെ ആകുമ്പോഴത്തേക്കും ഇത് വീണ്ടും ഇങ്ങനെ കുറച്ച് തൂത്ത് ഇങ്ങനെ തൂത്ത് അതൊക്കെ തോടുകൂടി അപ്പോൾ ഓക്കെ. അപ്പം നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കുരുകൂട്ടും വീഡിയോയിൽ കടിക്കാൻ പറ്റും. തക്കാര എന്തോ എന്തോ ഇങ്ങോട്ട് കയറിയാണേ. അപ്പം അപ്പൊ ഇനി അടുത്ത ഇതിൽ കാണാം. ശരി, ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോട്ടെ. വീഡിയോ എടുത്ത് വരാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടാ ഫോണുമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ സാറാമ്മ വണ്ടി വന്ന് വീഡിയോ എടുക്കാനായിരിക്കും. ക്യാമറ നോക്കിയാ പേടിയാണ്. പിന്നെ എന്തിന് എനിക്ക് പേടിയൊന്നുമില്ല. അതല്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും. എന്നെ സീറ്റിൽ വിളിച്ചത് പച്ചക്കറി കിറ്റ് അല്ലെങ്കിൽ ആ റൂമിലേക്ക് കണ്ടോ ഭയങ്കര ടൈറ്റായി. വേറെ സിറിഞ്ചുണ്ടോ അവിടെ? ചെറുത് തീർന്നു, വലുതാണുള്ളത്. മറ്റേ മരുന്നടിച്ചില്ലേ, മരുന്നെടുത്ത് മറ്റേ ഞെക്കി വയ്ക്കണം, അതുള്ളൂ. ചെറുതൊരെണ്ണം പൊട്ടിപ്പോയി.